അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇഫാദ ഹദീസ് ക്ലാസ് 183. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. عن عبد الله بن مسعود رضي الله عنه قال قال رسول الله صلى الله عليه وسلم طلب كسب الحلال فريضة بعد الفريضة. رواه الإمام البيهقي رحمة الله عليه. ഇമാം ബൈഹഖി ഷുഅബുൽ ഈമാൻ റിപ്പോർട്ടാക്കിയ ഹദീസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഴിപാട്ടിത്ത് ത്വലബു കസ്ബിൽ ഹലാലി, ഹലാലായ സമ്പാദ്യം ഉണ്ടാക്കുന്നത്, അത് തേടിപ്പോണ്ടത്, ഫരീളത്തുൻ ബഅദൽ ഫരീള, നിർബന്ധമായ ആരാധന ഉണ്ടു അതിൽ പിന്നെ ഉള്ളെങ്കത്തെ നിർബന്ധമായ ഒരു കാര്യമായിട്ടിക്കട്. അപ്പൊ ഫർലായ കുറെ ആരാധന ഇബാദത്തെല്ലാം ഉണ്ട്, അതിൽ പിന്നെ ഫർലായങ്കത്തെ നിർബന്ധമായങ്കത്തെ ഏറ്റവും വലിയൊരു പണിയായിട്ടിക്കട് ഹലാലായ അനുവദനീയമായ സമ്പാദ്യ തേടറെ, അതുക്ക് വേനായിട്ട് അധ്വാനിക്കരുത്, അത് ഫർലായിട്ടിക്കരുന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിപാടിത്തു. അപ്പൊ ഒരു ഡ്യൂട്ടി വേണു, സ്വറ എല്ലാവർക്കും വേണുണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതിലൂടെ നമുക്ക് പരിപാടിയുണ്ടുള്ളേ. ഏതൊരാളും അവന്റെ ജീവിതം നിലനിൽക്കുകയായിട്ട് അവനൊരു ഡ്യൂട്ടി എടുത്തോണ്ടേ വേണു. ഡ്യൂട്ടി എടുക്കില്ലാണ്ടാകുമ്പോഴാണ് എല്ലാവിധ അക്രമത്വവും എല്ലാവിധ തപ്പും മനുഷ്യന്മാർ പോയോണ്ടിക്കടെ. ഇണ്ട് കുറെ തപ്പും അതുപോലെ തന്നെ ബടക്കും വർദ്ധിക്കുള്ള കാരണം എന്തെന്ന് ചൊന്നാൽ, കുറെ പണക്കാർ അങ്ങളെ മക്ക അതുപോലെ പൈസ യാറ ഉണ്ടുണ്ടായെങ്കിൽ പൈസ കിട്ടിയ പാടെ പിന്നെ ഇങ്ങ അധ്വാനിക്കുകയും സ്വറാക്കുകയും എന്നും പോണ്ടുള്ള ഈ പൈസത്തെ എങ്ങനെ ഞങ്ങൾ തീർക്കണെന്ന് ചൊന്നിട്ടു അതിന്റെ പിറകത്ത് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കാറ്. കുറെ ചങ്ങായിമാരെല്ലാം കൂട്ടിയിട്ട് എല്ലാവിധ ബടക്കും അങ്ങ് തയ്യാറാവിടാറ്. റോഡ് സൈഡിലും അതുപോലെ തന്നെ ബാക്കി അങ്ങാടി ബായിലും പോന്നോണ്ട് ജീവിതം ഇങ്ങനെ തീർത്തോണ്ടിരിക്കാറ്. ജീവിതത്തെ അങ്ങനെ അടിച്ചു പൊളിക്കാൻ ചൊല്ലെങ്കത്തെ ചിന്ത അല്ലാണ്ട് വേറെ എന്ത് ചിന്ത കിക്കില്ല. ഡ്യൂട്ടിയും സ്വറ എന്തും ഇല്ലാണ്ടിരിക്കുമ്പോഴാണ് പല വേറെ വേറെ തെരുക്കല്ല അങ്ങനെ ചിന്ത പോയോണ്ടിരിക്കുന്നത്. എങ്ങനെ റോഡ് ബ്ലോക്ക് ആക്കുക, എങ്ങനെ അവന്റെ അങ്ങടി കല്ലിട, എങ്ങനെ അവനക്ക് ആക്രമിക്ക, എങ്ങനെ അവനക്ക് ഉപ്പതരാക്കാൻ ചൊന്നിട്ട് ഇങ്ങനത്തെ ബെടക്ക് ചിന്തക്ക് മനുഷ്യരുടെ തല പോണ്ട് എപ്പാന്ന് ചൊന്നെങ്കിൽ അവന് ഫ്രീ ആയിട്ടിരിക്കുമ്പോഴാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊന്നു അവന്റെ ജീവിത മാർഗത്വവും അവന്റെ കുടുംബത്തെ ബലത്വവും അവനൊരു ഡ്യൂട്ടി, അനുവദനീയമായ ഡ്യൂട്ടി തേടി പോണു, അത് നിർബന്ധമായിട്ടിരിക്കുന്നുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പാട്ടിത്ത്. ഏതൊരാളും അവനു തിന്നറെ കൂട്ടത്തിൽ ഏറ്റവും നല്ലത് അവന്റെ സ്വന്തം കൈ കൊണ്ട് അധ്വാനിച്ച് തിന്നരങ്കെത്തതാണ് ഏറ്റവും നല്ലത് എന്ന് ചൊന്നിട്ടു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പാട്ടിത്ത്. മാത്രമല്ല ഏതൊരു നബിയും സ്വന്തം കൈ കൊണ്ട് അങ്ങ് അധ്വാനിച്ചുകൊണ്ടിരുന്നാറും ചൊന്നിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹദീസിലൂടെ പഠിപ്പാട്ടിത്ത്. അപ്പൊ ഈ ഭൗതിക ലോകാന്ന് ചൊല്ലത് ആഖിറത്ത് ഉള്ളെങ്കത്തൊരു തെരുവായിട്ടിക്കട്. അപ്പൊ ഊടെ നങ്ങ വിജയിക്കണു, അതുപോലെ ആഖിറത്തിലും വിജയിക്കണു. ഊടെ സ്വത്തങ്ക് നങ്ങ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടി പോവാ അഥവാ ഞങ്ങൾക്ക് ഒരു ജീവിത മാർഗവുമില്ല, നങ്ങ എന്തും വേണ്ടാത്ത ആറാറെ ആശ്രയിച്ച് ജീവിക്കണമെങ്കത്തൊരു അവസ്ഥ മന്തുണ്ടായെങ്കിൽ അത് വലിയൊരു പരാജയമായിട്ടിക്കട്. അതുകൊണ്ട് സ്വന്തം കാലിൽ നിൽക്കണമെങ്കത്തെ ഒരവസ്ഥ ഉണ്ടാവുന്നു, പിന്നൊരാളെ ആശ്രയിക്കണമെങ്കത്തെ ഒരവസ്ഥ മനുഷ്യർക്ക് ഉണ്ടാവുക തീരാണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിപാടിയുണ്ടുള്ളേ. അതുകൊണ്ട് ധനസമ്പാദന, പൈസ ഉണ്ടാക്കരുത്, ഹലാലായ മാർഗത്തിൽ പൈസ ഉണ്ടാക്കണുണ്ട്. പരിശുദ്ധ ഖുർആൻ നമുക്ക് അവിടെ പരിപാടിയുണ്ടുണ്ട്. നിങ്ങളെ ജീവിതത്തെ ആധാരമായിട്ടിക്കട പൈസ, അതുകൊണ്ട് അത് നിങ്ങൾ വിഡ്ഢി മോശപ്പെട്ട മൂർഖരായ ആൾമാർക്ക് കൊടുക്കൂ തീരാൻ ചൊന്നിട്ട് പരിശുദ്ധ ഖുർആൻ ചൊന്നുകൊണ്ടുണ്ട്. അപ്പൊ ഹലാലായ രൂപത്തിൽ പൈസ ഉണ്ടാക്കുക, അത് സമ്പാദിക്കണു. പക്ഷെ അതൊക്കെ ഏത് മാർഗവും സ്വീകരിക്കുക, ഹലാലായ ഏത് മാർഗവും സ്വീകരിക്കുക. കൃഷിയാക്ക, കച്ചവടാക്ക, വ്യവസായാക്ക, സ്വന്തം കൈകൊണ്ട് പണിയെടുത്തിട്ട്, അതുപോലെ പഠിപ്പാട്ടറ്, ചികിത്സാക്കടെ, ബാക്കി സ്വറ, ഇങ്ങനത്തെ ഹലാലായ ഏത് മാർഗവും അതുക്ക് വേനായിട്ട് എന്താക്കുക, സ്വീകരിക്കുക. അനുവദനീയമായ മാർഗമാവണു, ഹലാലായി പൈസ ഹലാലാവണുണ്ടായെങ്കിൽ അതുക്ക് സ്വീകരിക്കണമെങ്കത്തെ മാർഗ ഹലാലായിട്ടേ വേണു. നിഷിദ്ധ ആയെങ്കത്തെ അതുക്ക് സഹായ ആവുടെങ്കത്തെ അതുക്ക് കൂറുള്ളെങ്കത്തെ ഒരു പൈസവും ഒരു സ്വറവും ഒരാളും ആക്കുക തീരാ. അങ്ങനെ ആക്കിത്തുണ്ടായെങ്കിൽ അവന്റെ ജീവിതത്തെ അത് ആഖിറത്ത് ഉള്ളെങ്കത്തെ അവന്റെ തെറുടെ അത് അടിച്ചു കളയിട്. അതുകൊണ്ട് സമൂഹത്തില് സംസ്കാരവും അഭിമാനത്തിൽ അവന് ജീവിക്കൊണ്ടുണ്ടായെങ്കിൽ വേറെ ആർക്കും ഒപ്പദ്രാവാത്ത രൂപത്തിൽ ഹലാലായ ധനസമ്പാദന മാർഗം സ്വീകരിച്ചിട്ട് അവന് ജീവിക്കണം. ഒരിക്കലും വേശ്യാവൃത്തി, വ്യഭിചാര ഇന്ത്യ ആറായുണ്ടുണ്ട്. അതിലൂടെ വേശ്യാവാട്ടിക്കലൂടെ പൈസാക്കിടങ്കത്തെ ആൾമാർ ചെമ്മ ആറായുണ്ടുള്ളാറ്. നാട്ടക്കത്തിൽ നൃത്യാക്കിയിട്ട്, അശ്ലീല പാട്ടുപാടിയിട്ട്, ഗാനമേളാക്കിയിട്ട്, മ്യൂസിക് ആക്കിയിട്ട്, സിനിമ
പിന്നെ കണ്ടിട്ടും ഉണ്ടാക്കിയിട്ടും കള്ള് കുടിച്ചിട്ടും കള്ള് വ്യാപാരാക്കിയിട്ടും ബാക്കി ഗാഞ്ച പോലത്തെ മസ്താക്കണക്കത്തെ സാമാൻ യൂസ് ആക്കിയിട്ടും ഉപയോഗിച്ചിട്ടും അതിലെ വ്യാപാരാക്കിയിട്ടും വിഗ്രഹ വ്യാപാരാക്കിയിട്ട് ജീവികളെ ചിത്ര ഉണ്ടാക്കിയിട്ട് അതിലെ വ്യാപാരാക്കിയിട്ട് ഇങ്ങനത്തെ ഹറാമായ രൂപത്തിൽ പൈസ സമ്പാദിക്കണക്കത്തെ ആൾമാരുള്ളാറ് അതൊരിക്കലും ഉണ്ടാവുക തീരാ അത് ഹറാമായിട്ടിക്കാണ്ടാണ് പരിശുദ്ധമായ ഇസ്ലാം വഴിപാട്ടത്. അപ്പൊ ഞങ്ങൾ സമ്പാദിക്കണക്കത്തെ പൈസ അത് ഹലാലായ രൂപത്തിലാവണം. അതുപോലെ പിന്നെ ഒരാളെ ചൂഷണാക്കിടെ, അക്രമാക്കിടെ, വഞ്ചനാക്കിയിട്ട് പൈസ എടുക്കടെ, അവന്റെ മങ്കാക്കടെ, പൈസ തണ്ടാൻ ചെന്നിട്ട് അവന്റെ സോപ്പാട്ടറെ, അതുപോലെ ബഡ്ഡി എടുക്കടെ, ജൂതാട്ട, അതുപോലെ ബാക്കി ചതിലൂടെ കച്ചവടാക്കടെ, പിന്നെ നല്ല സാമന്റെ അടിക്ക് വെച്ചിട്ട് മോശമായ സാമന്റെ മേൽക്കിട്ടിട്ട് അവന്റെ വഞ്ചനാക്കടെ, അതുപോലെ അപഹരണാക്കടെ, കക്കടെ, ഇങ്ങനത്തെ എന്തെല്ലാം സ്ഥലത്ത് ജോത്സ്യപ്പണിയാക്കിയിട്ടും എന്തെല്ലാം ഹറാമായ സ്വറമുണ്ട്. ഇതിലൂടെ പൈസ ഉണ്ടാക്കണമെങ്കിൽ ചെമ്മ ആൾമാരെ നമുക്ക് കാണാൻ സാധ്യതയുണ്ടുണ്ട്. അതൊരിക്കലും ഇസ്ലാം ശക്തമായി എതിർക്കണമെങ്കിൽ വിജയായിട്ടിരിക്കും. ഞങ്ങൾ പൈസ ഞങ്ങൾക്ക് വേണം, പക്ഷെ അതൊക്കെ ഞങ്ങൾ യൂസ് ആക്കണമെങ്കിൽ തെറു പരിശുദ്ധമായിട്ടിരിക്കണം. ആ തെറു നല്ല രൂപത്തിൽ വേണമുണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങൾക്ക് പരിപാടിയുണ്ടുള്ളത്. അതുകൊണ്ട് ഒരിക്കലും മോശമായ രൂപത്തിൽ പണം ഉണ്ടാക്കുക തീരാ, പൈസ ഉണ്ടാക്കുക തീരാ. അങ്ങനെ ഉണ്ടാക്കിയിട്ട് ഒരാള് അവൻ തിണ്ടാണ്ടായെങ്കിൽ ലാ യദ്ഖുലുൽ ജന്നത ജസദുൻ ഗുദിയ ബിൽ ഹറാം. ഇമാം ബൈഹഖി റിപ്പോർട്ടാക്കിയ വേറൊരു ഹദീസിൽ കണ്ട് ഏതൊരു പിന്നെ ഹറാമ് കൊണ്ട് നിറഞ്ഞെങ്കത്തെ ഒരു ശരീര ഒരിക്കലും സ്വർഗത്ത് കിടക്കലായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിപാടിത്ത്. لا يدخل الجنة لحم نبت من السحت وكل لحم نبت من السحت كانت النار أولى به. ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ആക്കണക്കത്തെ ഹദീസ് ഹറാമുൽ ഉണ്ടായെങ്കത്തെ ഒരു ഇറച്ചിയും അത് സ്വർഗത്ത് കടക്കാലെ അത് നരകം കൊണ്ട് ഏറ്റവും ബന്ധപ്പെട്ടതായിട്ടിരിക്കുന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ഞങ്ങൾക്ക് വടിപാട്ടി തന്നത്. അതുകൊണ്ട് പിന്നെ അത് ഈ ദുആത്തുക്കും ഉത്തര കിട്ടലാണ്ടാണ്. ഒരാൾ നല്ല അവന്റെ പിന്നെ മുടിയെല്ലാം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അവന്റെ ശരീരത്തിൽ പൊടി പറഞ്ഞിട്ട്, അവന്റെ വസ്ത്രവും ശരിയില്ല, അവനിങ്ങനെ ദ്വാർന്നുകൊണ്ടുള്ള ചെമ്മ അള്ളാഹുലൊട്ടിಗೆ. പക്ഷെ അന്ന യുസ്തജാബുലഹു അവന് എങ്ങനെ ഉത്തര കിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേൾക്ക്. മത്അമുഹു ഹറാം വമൽബസുഹു ഹറാം വഗുദിയ ബിൽ ഹറാം. അവൻ തിന്നിരങ്കത്തെ അവന്റെ ഇട്ടങ്കത്തെ ഡ്രസ്സും അവന്റെ ആഹാരം എല്ലാം ഹറാമായിട്ടിരിക്കുക. അങ്ങനത്തെ ഒരാൾക്ക് എങ്ങനെ ഉത്തര കിട്ടുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളൊട്ടിಗೆ കേട്ടോണ്ടുണ്ട്. അതുകൊണ്ട് പിന്നെ പൈസ വേണു, പക്ഷെ ആ പൈസ ഒരിക്കലും ഹറാമായ രൂപത്തിൽ ഭയത്തുക പോണെങ്കിലത്തെ ഒരവസ്ഥ ഉണ്ടാവൂ തീരാ. ഞങ്ങളെ പൂർവ്വകാലത്ത് കഴിഞ്ഞുപോയെങ്കിലത്തെ മഹാന്മാർ ഈ കാര്യത്തിൽ ധാരാളം ശ്രദ്ധിച്ചെങ്കിലത്തെ ആൾമാരായിട്ടിന്നാർ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുടെ ഒരു വിഷയ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഉദ്ധരിച്ചുകൊണ്ടുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരു അടിമയിന്ത്. ആ അടിമക്ക് എന്തായിട്ട് ചെന്നെങ്കിൽ ഒരു നാള് ആ അടിമ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരു തിന്നുകേന്ദ്രമോ ഒരു സാധനം കൊണ്ടുവന്ന് കൊടുത്തു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അത് തിണ്ടൽ പിന്നെ ഈ അടിമക്ക് എടുത്ത് ഇപ്പൊ നിങ്ങൾ തിണ്ടത് അത് എന്തിനാണ് നിങ്ങൾക്ക് ഒത്തുണ്ടാ? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അത് എന്തിനാണ് എടുത്ത്? അപ്പൊ ഇയാൾ ചൊല്ലെ, ನಾನು ಮುಸ್ಲಿಂ ಆವಡಾಟಿ ಮುನ್ನೋಳು ನಾನು ಜಿನ್ನು ಸೇವೆ അഭിനയിച്ചിട്ട് ആക്കിയോണ്ടിന്നെ. അങ്ങനെ നക്ക് ജിന്ന് സേവ തെറ് ചെന്നിട്ട് അഭിനയിച്ചിട്ട് ഒരാളെ മങ്കാക്കിയിട്ട് ഞാൻ എന്താക്കില്ല ഒരാൾക്ക് സേവ ആക്കിയില്ല. അങ്ങനെ ಇಂದು ನಕ್ಕ ಅಯಾൾക്ക് എടുത്ത് ನಾನು അയാളെ വഞ്ചിച്ചിരണ്ട് ಇಂದು ನಕ್ಕ അയാൾക്ക് എടുത്ത് കിട്ടിട്ട് അണ്ടത്തെ അതിലെ പ്രതിഫല പൈസ നക്കിന്റെ അയാൾ തന്ന് അതിലെ പ്രതിഫലം നക്ക് തന്ന് അതിനെയാണ് ഞാനിപ്പ നിങ്ങൾക്ക് കൊറന്ന് തന്നെ അതിനെയാണ് നിങ്ങൾ തിണ്ടേന്ന് ചെന്നപ്പ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വലിയ ಬೇಜಾರಾಯ್ತು. ಹರಾಮಲೋಡೆ ಸಂಪಾದಿച്ചെങ്കിത്തವರು ಆಹಾರಾಯ್ತು ನಾನಿಪ್ಪ ತಿಂಡೇன்னு ചെന്നു ആയിഷ ബീവി റളിയല്ലാഹു അൻഹ വിശദീകരിക്കട്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തൊണ്ടയ്ക്ക് ഇങ്ങനെ കൈയിട്ടിട്ട് അത് ബയത്തിലുള്ളതെല്ലാം കാരി വിട്ടുത്തും ചെന്നിട്ട് ഇമാം ബുഖാരി റിപ്പോർട്ടാക്കിയെങ്കിത്തെ ഹദീസിൽ നമുക്ക് കാണാൻ സാധ്യമാവും. അപ്പൊ പൂർവ്വകാലത്തെ മഹാന്മാർ ഭയത്തുക്ക് ഒരു ഹറാമുള്ള ഒരു അംശ പോലും പോണ്ട് ഞങ്ങൾ ഭാര്യ ജാഗ്രതാക്കിട്ടിന്നാറുണ്ടാണ്. ഇത് സമാനമായ വേറൊരു സംഭവം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധ്യമാവും. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരാൾ ഒരു നാൾ പാൽ കൊടുത്തു. പാലിന്റെ മഹാൻ കുടിച്ചിട്ട് ഭാര്യ ഇഷ്ടപ്പെട്ടിട്ട് അപ്പൊ കേട്ട് ഇതെവിടെ നിനക്ക് കിട്ടിയെന്ന്. അപ്പൊ അയാൾ ചൊല്ലു, ഞാനൊരു തണ്ണീര് ജലാശയത്തെ മുട്ട ഇങ്ങനെ പോകുമ്പോ അവിടെ സക്കാത്തിലെ മൃഗചെമ്മയിന്ത്. അപ്പൊ ഈ ആട് മേക്കടങ്കെത്ത ആള് പിന്നെ ಅದಕ್ಕೆ ತಣ್ಣಿ ಕುಡಿಪಾಟಿ ಉಂಟಿಂತು എന്നിട്ട് അതിലെ പാലിന്റെ അയാൾ കറന്നിട്ട് തെല്ല് ഞാൻ എന്റെ പാത്രത്തിക്ക് ബീത്തി ഉണ്ടെ. അതാണ് ഇപ്പൊ നിങ്ങൾ കുറിച്ചെങ്കിത്തെ പാല് ചെന്നപ്പ സുബ്ഹാനല്ലാഹ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ പാല് പിന്നെ എന്തായിത്തെന്ന് ചെന്നെങ്കിൽ ബാഗ് ഇങ്ങനെ കൈയിട്ടിട്ട് പൂർണ്ണമായിട്ടും അതിലെ ഛർദിച്ചിട്ട് ബൽച്ചെറിഞ്ഞിത്തെന്ന് ചെന്നിട്ട് അതിലെ ഒഴിവാക്കിത്തെന്ന് ചെന്നിട്ട് ഇമാം ബൈഹഖി റിപ്പോർട്ടാക്കിയ ഹദീസിൽ നമുക്ക് കാണാൻ സാധ്യമാവും. ഭയത്ത് ഒരു ഹറാമും പോണു തീരാൻ ചെന്നിട്ട് അങ്ങ് ഭാര്യ ജാഗ്രതാക്കിക്കൊണ്ടിരുന്നാറ്. അബൂ ഹനീഫ ഇമാം റഹ്മത്തുള്ളാഹി
റഹ്മത്തുള്ളാഹി അലൈഹി കൂഫത്തില് ഒരു ആട് നഷ്ടപ്പെട്ടപ്പ ആരോ കട്ടുപോയത് കണ്ടിട്ട് 7 വർഷം പിന്നെ അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹു കരുതി ആട് സാധാരണ എത്ര വർഷം ജീവിക്കുന്നുണ്ട്, അപ്പൊ 7 വർഷമാണ് ആട് ജീവിക്കുന്നത് ചെന്നപ്പ 7 വർഷം പിന്നെന്താക്കില്ല ഒരു ആടും ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി തൊട്ടുള്ള ചെന്ന ഞാൻ തിന്നിറങ്ങിയത് ആട് ചിലപ്പോ ആ കട്ടുപോയ ആടായിട്ടിക്കുവാൻ പേടിച്ചിട്ട് ഹറാമ് തിന്നിറ വിട്ടിട്ട് ഹറാം ഹലാൽ ചൊല്ല ശുഭത്തുള്ള കളർപ്പുള്ള എനിക്കത്ത് ഇതിന് പോലും ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി വിട്ടുത്തോണ്ട് ഇങ്ങനെ ചരിത്രത്തിൽ നമുക്ക് ധാരാളം മഹാന്മാരെ കാണാൻ സാധ്യമാവും. പിന്നെ ജീവനത്തിക്ക് സമ്പാദ്യ വേണു പൈസ വേണു, പക്ഷെ ആ സമ്പാദിക്കരുത് ഹലാലിലൂടെ ആവണോണ്ടാണ് ഇമാമിങ്ങ നമുക്ക് പഠിപ്പാട്ട് പരിശുദ്ധമായ ഇസ്ലാം നമുക്ക് ശക്തമായത് ചൊന്ന് തന്നുകൊണ്ടുള്ള. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇഫാദ ഹദീസ് ക്ലാസ് 184. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വആലി കുല്ലിൻ വസ്വഹാബത്തി അജ്മഈൻ. അമ്മാ ബഅദ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ചൊന്നങ്കത്തെ ഹദീസ് ത്വലബു കസ്ബിൽ ഹലാലി ഫരീളത്തുൻ ബഅദൽ ഫരീള. ಜೀವನಮಾರ್ಗ ಕಂಡುತ್ತನು ಅಥವಾ ಜೀವಿತಕ್ಕೆ ಆವಶ್ಯമായ ಧನಸಂಪಾದನೆ ಹಾಕೋನು അതെല്ലാവർക്കും നിർബന്ധമായിട്ട് ഇക്കുന്നുണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പാട്ടിയ. പക്ഷെ അത് കണ്ടെത്തുമ്പോ ഒരിക്കലും ഹറാമായ രൂപത്തിലാവുക ഹറാമായ ഒരു ചെറിയ അംശ പോലും അവന്റെ ബേത്തിക്ക് പോണുകൂത്തീറ പോയെങ്കിൽ അത് നരകവുമായി ഏറ്റവും ബന്ധപ്പെട്ടതായിട്ടിക്കട് പൂർവ്വകാലത്ത് കഴിഞ്ഞു പോയെങ്കത്ത മഹാന്മാർ ഈ വിഷയത്തിൽ ധാരാളം ശ്രദ്ധിച്ചിരുന്നാറുണ്ടാണ് ചെന്ന്. ഏതുവരെ ചൊന്നെങ്കിൽ എല്ലാം ധരിക്കണമെത്ര വസ്ത്ര പോലും ഹറാമായ ഒരു ഉറുപ്പ് പോലും അതിൽ വന്നു പോണുകൂത്തീറ. അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ ചൊല്ലു, ഒരാള് 10 ദിർഹമുക്ക് ഒരു വസ്ത്ര എടുത്തിട്ട് വേരിക്കാട്ട്, എന്നിട്ട് അതിൽ 1 ദിർഹം ഹറാമുണ്ടായെങ്കിൽ ആ വസ്ത്ര അവന്റെ മേലിൽ എത്ര കാലം ഉണ്ടാ അത്ര കാലം അവന്റെ ഒരു നിസ്കാരവും സ്വീകരിക്കപ്പെടില്ല എന്ന് ചൊന്നിട്ടു. 10 റുപ്പയുടെ വസ്ത്രം വാങ്ങിയിട്ട് നോക്കുമ്പോൾ അതിൽ 1 റുപ്പ ഹറാം കലർന്നിട്ടുണ്ടായെങ്കിൽ അവನು അത് ഇട്ടിട്ട് നിസ്കരിച്ച നിസ്കാരം സ്വീകരിക്കപ്പെടല. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ ചൊന്നങ്കത്തെ ഹദീസ്. എന്നിട്ട് മഹാൻ അയാളെ 2 കാത് പിന്നെ ബെരൽ വെച്ചിട്ട് ചൊല്ലു, ഞാനിത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങത് ചൊന്നത് കേൾക്കാണ്ട് ചൊന്നിട്ടായെങ്കിൽ എന്റെ കാത് 2 പൊട്ടിപ്പോവാട്ടുണ്ട് മഹാൻ ചെന്നങ്കത്തെ ഹദീസ് ഇമാം ബൈഹഖി റിപ്പോർട്ടാക്കിക്കൊണ്ടുണ്ട്. അപ്പൊ അത്രയും ഗൗരവ മഹത്വ പിന്നെ ഗംഭീരത്തെ ഇത് കൊണ്ടുണ്ടാനർത്ഥ. ഹറാമായത് ശരീരത്തിൽ വെച്ച് നിസ്കരിക്കണക്കത്തെ നിസ്കാരം വെറും അതൊരു നേർച്ച സന്തുവാട്ടലാവുണ്ടല്ലാണ്ട് അതുക്ക് വലിയ കൂലിയും ഒന്നും അള്ളാഹുടെ മുട്ട സ്വീകരിക്കപ്പെടുറക്കത്തെ ഒരു അവസ്ഥ അതുക്ക് ഇക്കാല ഹറാമും ചൊന്നെങ്കിൽ അത്രയും കൂടുതൽ ജാഗ്രതാക്കണായെങ്കത്തെ വിഷയം. ഹറാമായ പൈസ അതൊരിക്കലും കെട്ടുപോവാത്തെങ്കത്തെ തീ ആയിട്ടിക്കട് അതിനെ ഉപയോഗിച്ച ഒരാൾ ഉപയോഗിച്ചാണ്ടായെങ്കിൽ പിന്നൊരാൾക്ക് കൊടുക്കുന്നതും അത് ഏറ്റവും വലിയ തെറ്റായിരിക്കും. ഒരാളെയും ഹറാമു തിമ്മാട്ടു തീറ ഒറ്റ പൈസ സമ്പാദിച്ചാണ് പേരിക്ക അതവನು അവന്റെ ആഖിറത്ത് ഗുണത്തുക വേനായിട്ട് അവന് സ്വതക്കാക്കുക, അല്ലെങ്കിൽ സ്വന്തത്തും കുടുംബത്തും എന്താക്കുക യൂസ് ആക്കുക, അല്ലെങ്കിൽ എന്തുമില്ല നിക്ഷേപമായിട്ട് ഇങ്ങനെ വെക്കുവാൻ പേരിക്കുക. ഒരാൾ ഒരു പൈസ സമ്പാദിച്ചെങ്കിൽ അതേ സമയത്ത് ഒരാൾ പൈസ ഹറാമായ രൂപത്തിൽ സമ്പാദിച്ചിട്ടുണ്ടായെങ്കിൽ അവനത് പിന്നെ സദക്ക കൊടുത്തെങ്കും അവനക്ക് അപകടമേ, അവന് സ്വന്തത്തും കുടുംബത്തും യൂസ് ആക്കിയെങ്കും തൊന്തരമേ, അത് നിക്ഷേപമായിട്ട് അവന് വെച്ചെങ്കും അവനക്ക് തൊന്തരമേ. അതുകൊണ്ട് അവനക്ക് ബുദ്ധിമുട്ടല്ലാണ്ട് അതിൽ അവനക്ക് ഉപകാര ഒരിക്കലും കിട്ടുക സാധ്യയില്ല. അപ്പൊ ഏതായാലും ഒരു മനുഷ്യ ഭൂമിയിൽ ജീവിക്കുമ്പോ അവന്റെ ജീവനത്തിന് ആവശ്യമായ നല്ല ഒരു മാർഗം കണ്ടെത്തണു. അത് ഹലാലായ മാർഗമാവണു. നിഷിദ്ധമായ പൈസ അത് വിശുദ്ധി ഇല്ലാത്തതായിട്ട് ശുദ്ധി ഇല്ലാത്തതായിട്ട് അത് ഭയത്ര ഒഴുക ആക്കിയെങ്കിൽ അവനു നഷ്ടപ്പെടുന്നതിൽ സംശയമേ ഇല്ല. ഇണ്ട് കുറെ ആൾമാർ ഏത് രൂപത്തിൽ ആയെങ്കിൽ തൊന്തരയില്ല. പൈസ ഉണ്ടാക്കിയെങ്കിൽ മാനമേ അഭിമാനമേ കളഞ്ഞിട്ട് ഞങ്ങൾ പൈസ ഉണ്ടാക്കിയെങ്കിൽ പൈസ നമുക്ക് അഭിമാന ഉണ്ടാക്കി തന്നും ചൊല്ലെങ്കിൽ ഒരു പുതിയ തത്വമാണ് ഇന്ന് ലോകത്തെ ആൾമാർ സ്വീകരിച്ചിട്ടുള്ള. ഭ്രഷ്ടാചാരത്തിൽ പൈസ ആക്കണമെങ്കിൽ ആൾമാർ, ലഞ്ച സ്വീകരിച്ചിട്ട് പൈസ ആക്കണമെങ്കിൽ ആൾമാർ, ഇങ്ങനെ ലോകത്ത് ധാരാളം പൈസ ഉണ്ടായെങ്കിൽ പൈസക്ക് വേനായിട്ട് എല്ലാ അഭിമാനത്തെയും എല്ലാ സ്റ്റാറ്റസിനെയും മറക്കണമെങ്കിൽ ആൾമാരുള്ളാർ. പൈസ ഉണ്ടായിട്ടുണ്ടായെങ്കിൽ ഏത് തപ്പ് ഏത് നെറികേടുന്നാണ് ആക്കിയെങ്കിലും ഈ പൈസത്തെ മറവിലൂടെ അതിനെ മറച്ചു വെക്കുക ആവിടും ചൊല്ലെങ്കിത്ത ഒരു അവസ്ഥയാണ് ഇന്ന്. അതാണ് ഞങ്ങൾ കണ്ടുകൊണ്ടുള്ള വലിയ വലിയ കോട്ടി പൈസ ഉള്ളെങ്കിത്ത ആൾമാർ എല്ലാവിധ അക്രമത്തിലും എല്ലാവിധ ഹറാമിലും വ്യഭിചാരത്തിലും കള്ളിലും എല്ലാത്തിലും കെട്ടിപ്പോന്നിട്ടു അങ്ങമേണ്ട് വിലസിക്കൊണ്ടുള്ളാറ്. രാഷ്ട്രീയത്തിൽ എത്ര ആൾമാർ ഇങ്ങനത്തെ വിലസിക്കൊണ്ടുള്ളാറ് പൈസത്തെ മറവിലാണ്
പൈസത്തെ മുന്നിൽ വെച്ചിട്ടാണ് അങ്ങ് അഭിമാനം നടിച്ചോണ്ടുള്ളേ. അപ്പോ അഭിമാനം കളഞ്ഞിട്ട് ഞങ്ങൾ പൈസ ഉണ്ടാക്കിയെങ്കിൽ പൈസ ഞങ്ങൾക്ക് അഭിമാനം ഉണ്ടാക്കി തണ്ടും ചൊല്ല എനിക്കത്തെ മോശപ്പെട്ട എനിക്കത്തെ ഒരു തത്വമാണ് ആധുനിക ലോക എന്ത് സ്വീകരിച്ചുകൊണ്ടുള്ളേ. അങ്ങനെ ഹറാമായ പൈസ എല്ലാം ഉണ്ടാക്കിയിട്ട് പള്ളി മദ്രസത്തുക്ക് സഹായക്കടങ്ങുള്ളാറ്, കോളേജിക്ക് പൈസ കൊടുക്കണങ്ങുള്ളാറ്, യത്തീംഖാനത്തും നിർഗത്തിക മന്ദിരത്തും ആശുപത്രി ഉണ്ടാക്കുകയും പൈസ കൊടുക്കണങ്ങുള്ളാറ്. കുറെ ആൾമാർ ഹറാമായ പൈസത്തിലെ ഹജ്ജ് ഉംറ സിയാറത്തെല്ലാം സംഘടിപ്പിക്കണമെങ്കിൽ ആൾമാർ, ബാക്കി ഞങ്ങളെ കൊണ്ടുപോകണമെങ്കിൽ ആൾമാർ, ദാനധർമ്മ ആക്കണമെങ്കിൽ, സാമൂഹിക ബാക്കി സേവ ആക്കണമെങ്കിൽ ആൾമാർ, ഇങ്ങനെ ഹറാമായ പൈസ ചെന്ന സമ്പാദിച്ചിട്ട് അതിലൂടെ ഇങ്ങനത്തെ കുറേ സ്വരലാക്കിയിട്ട് കറുപ്പുടെ വെളുപ്പാക്കൂ ശ്രമിക്കണമെങ്കിൽ ആൾമാർ ഒരിക്കലും ഇതിലൂടെ ബ്ലാക്കിടെ വൈറ്റ് ആക്കൂ സാധ്യമേ ഇല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ശക്തമായിട്ട് നിങ്ങളെ എതിർക്കട. അതുപോലെ പരിശുദ്ധമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ഹദീസിലൂടെ വഴിപാട്ടിത്ത് ലാ യക്സിബു അബ്ദുൻ മാല ഹറാമിൻ ഫയതസദ്ദഖു മിൻഹു ഫയുഖ്ബലു മിൻഹു. ഒരാള് ഹറാമായ സമ്പാദ്യം ഉണ്ടാക്കിയിട്ട് വേശ്യാവാട്ടിക്കലൂടെയാണ് അവൻ പൈസ ഉണ്ടാക്കിയത്, കള്ളിലൂടെയാണ് പൈസ ഉണ്ടാക്കിയത്, അങ്ങനെ എന്തോ ആക്കിയിട്ടും എന്നിട്ട് ഫയതസദ്ദഖ മിൻഹു അതിലൂടെ അവന് സദഖ കൊടുക്കുക, ഫയുഖ്ബലു മിൻഹു ഒരിക്കലും അവൻ്റെത് അത് അല്ലാഹു സ്വീകരിക്കല. വലാ യുൻഫിഖു മിൻഹു ഫയുബാറക ഫീ അതിലെന്ത് അവന് ചെലവാക്കിയെങ്കിൽ അവനക്ക് ബർക്കത്ത് കിട്ടാല. സമ്പാദന എല്ലാം ഹറാം കൊടുത്തു എന്നിട്ടും വലിയ ആളെ പോലെ സ്വതക്ക കൊടുത്താണ്ടെങ്കിൽ അവന്റെ സ്വതക്ക സ്വീകരിക്കലാണ്. ഒരാൾ കക്കടെ ഒരാളെ പറ്റി ചൊന്തു, അയാൾ 100 പൗൺ അയാൾ ആദ്യത്തെ ചൊന്നെങ്കിൽ ചെറിയതൊന്നും കക്കല, അയാൾ 100 പൗണെ കക്കടെ. 100 പൗൺ കട്ടിട്ട് അയാൾ ഒരു സൽക്കർമ്മ അതിലൂടെ ആക്കടെ. 25 പവൻ പാവത്തെ പെണ്ണുക്ക് ബംഗാറിയുടെ കൊടുക്കടെ, പാവത്തെ പെണ്ണിടെ മഞ്ഞിൽത്ത് ഇയാളെ ബകയിൽ 25. അപ്പൊ 100 പവൻ കട്ട ഇയാള് അതിലെ വൈറ്റാക്കൂ വെളുപ്പാക്കുവാനായിട്ട് 25 പവൻ പാവത്തെ പെണ്ണിടെ മഞ്ഞിൽത്ത് എന്താക്കടെ ഇയാളെ ബകയിൽ ഒരു സ്വതക്ക ഫ്രീ ആയിട്ട് ആരാരത് കട്ടിട്ടു സ്വതക്ക കൊടുത്തിട്ടു ഓണൊരു വലിയ ആളവിടെ. ഇങ്ങനത്തെ അവസ്ഥയാണ് ഇന്ത്യ ആരെ കണ്ടോണ്ടുള്ളേ. ഇങ്ങനെ ഒരിക്കലും അത് സ്വീകരിക്കപ്പെടുക ബറക്കത്താവിടെ എനിക്കത്തെ വിഷയമല്ല. വലാ യത്രുക്കുഹു ഖൽഫ ദഹ്രിഹി ഇല്ലാ കാന സാദുഹു ഇലന്നാർ. ഓൻ വെച്ചിട്ട് അതിലെ നിക്ഷേപാക്കിയിട്ട് ഓൻ മരിച്ചു പോയെങ്കിൽ അവന്റെ നരകത്തുള്ള ഒരു സമ്പാദ്യമായിട്ടിക്കട. അത് ഇന്നല്ലാഹ ലാ യംഹു സയ്യിഅ ബിസ്സയ്യിഇ മോശത്തെ മോശം കൊണ്ട് അല്ലാഹു മായ്ക്കില്ല. കട്ട പൈസത്തെ ഇതും ഓൻ തപ്പാണ് ആക്കിക്കൊണ്ടുള്ള മോശത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താക്കില്ല, മോശമായത് കൊണ്ട് മായ്ക്കിടല്ല. വലാകിൻ യംഹു സയ്യിഅ ബിൽ ഹസൻ മോശമായതിൽ അല്ലാഹു നല്ലത് കൊണ്ട് എന്താക്കിട അവനു മായ്ക്കിട. അതുകൊണ്ട് തിന്മ കൊണ്ട് മായ്ക്കിടല്ല, തിന്മയുടെ നന്മ കൊണ്ട് എന്താക്കണം മായ്ക്കിടങ്കെത്താവണു. മാലിന്യ പിന്നെ ഒരിക്കലും ഞങ്ങളെ ജീവിതത്തിൽ ഉണ്ടാവുക മാലിന്യമായ ഒരു അവസ്ഥ ജീവിതത്തിൽ ഉണ്ടാവുക. അപ്പൊ മൊത്തത്തിൽ ഹറാമായ സമ്പാദന ആക്കിയിട്ട് അതിലൂടെ സ്വതക്ക കൊടുത്തെങ്കിൽ അതിലൂടെ ബാക്കി കർമ്മ നല്ല കർമ്മനാണ് ആക്കടാൻ ചെന്നിട്ട് കൊടുത്തെങ്കിൽ അതൊരിക്കലും സ്വീകരിക്കപ്പെടില്ലാണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പാട്ടിയുണ്ടുള്ളത്. അപ്പൊ ഇസ്ലാം ധനസമ്പാദനക്ക് നല്ല ധനസമ്പാദനക്കും അതിലെ വിനിയോഗത്തും നല്ല തെരു നമുക്ക് വരച്ചു കാട്ടിക്കൊണ്ടുണ്ടു. ഗവൺമെന്റ് ഹലാലാക്കിത്ത് സർക്കാർ ഭാഗത്തിൽ ഹലാലും ചൊന്നതുകൊണ്ട് ഒരു കാര്യം ഹലാലാവുക സാധ്യയില്ല. അതൊക്കെ ഇസ്ലാമി ശരീഅത്ത് എന്തിനെ ചൊന്നുകൊണ്ടുണ്ടു ചൊന്നിട്ടാണ് മുസ്ലിമായ ഒരാൾ മുഅ്മിനായ ഒരാൾ ശ്രദ്ധിക്കണേ. ബഡ്ഡി ഗവൺമെന്റ് നോക്കുമ്പോൾ അത് ഹലാല്, ഇണ്ടത്തെ സർക്കാർ ലോട്ടറി ഹറാല് തൊന്തരയില്ല, കള്ള് ഹലാല്, നോ സ്മോക്കിംഗ് ചെന്നിട്ട് ചില ഭാഗത്ത് മാത്രം എഴുതി വെച്ചിരിക്കുക, വേറെ എവിടെയും സ്മോക്കിംഗ് ആക്കുക. അതുപോലെ സ്മോക്കിംഗ് ആക്കുക ചില ജാഗെല്ലാം സ്പെഷ്യലായിട്ട് വെച്ചിരിക്കുക. എയർപോർട്ടിലല്ല നോ സ്മോക്കിംഗ് പല ഭാഗത്ത് വെച്ചിട്ടിരിക്കുക. അതേസമയത്ത് സ്മോക്കിംഗ് ആക്കുക ഒരു റൂമേ അങ്ങ് വെച്ചിട്ടിരിക്കാറ് എക്സ്ട്രാ. അപ്പോ നിശ്ചിത ജാഗയിൽ മാത്രം സ്മോക്കിംഗ് ഹറാമു, ബാക്കി പിന്നെ സ്മോക്കിംഗ് തീറ, ബാക്കി ജാഗയിൽ സ്മോക്കിംഗ് ഓക്കെ. നിശ്ചിത ജാഗയിൽ കള്ളു കുടിക്കുക തീറ, ബാക്കി ജാഗയിൽ കള്ളു കുടിക്കുക. അങ്ങനെ ഒരു ഇങ്ങനത്തെ നിയമമാണ് ആധുനിക ഗവൺമെന്റ്. പക്ഷെ ഗവൺമെന്റ് ഹലാലാക്കിത്ത് ചൊന്നിട്ടു ഒരു കാര്യ ഹലാലാവുള്ള ഇസ്ലാമിലു. കള്ള്, അതുപോലെ സിനിമ, നാട്ടക്ക, മ്യൂസിക്, വേശ്യാവൃത്തി, വലിയ വലിയ ആൾമാരെ വേശ്യാവൃത്തിയിൽ കിട്ടിപ്പോന്നുകൊണ്ടുള്ളാറ്, ആക്കിക്കൊണ്ടുള്ളാറ്, സപ്പോർട്ട് ആക്കിക്കൊണ്ടുള്ളാറ്. പല റായത്ത് ഇതെല്ലാം വലിയൊരു ടൂറിസം വേശ്യാവൃത്തിഞ്ചുള്ളത് വലിയൊരു ബിസിനസ് ആയിപ്പോയത്. പക്ഷെ അതുകൊണ്ട് അത് മുസ്ലിമീങ്ങൾക്ക് ഹലാലാവില്ല. ഇസ്ലാം ഒരിക്കലും അത് സമ്മതിക്കില്ല. അള്ളാഹു ഹലാലാക്കിയത് മാത്രം ഹലാൽ. അപ്പൊ അതുകൊണ്ട് ധനസമ്പാദന ആക്കണമെന്ന് ചൊന്നിട്ട് ഏതെല്ലാം മാർഗത്തെ പറകത്ത് പോയിട്ട് ദുനിയാവും ആഖിറവും നഷ്ടപ്പെടുന്ന അവസ്ഥ ഉണ്ടാവുക തീര. അപ്പൊ ദുനിയാവിൽ ജീവിക്കുമ്പോ നല്ല രൂപത്തിൽ പണിയെടുത്തിട്ട് സ്വറാക്കിയിട്ട് ജീവിക്കണോണ്ടാണ് പരിശുദ്ധമായ ഇസ്ലാം പഠിപ്പാട്ടിക്കൊണ്ടുള്ളത്. പിന്നൊരാൾക്ക് ധിന്നാവുക തീര. അതുപോലെ എപ്പോ നോക്കിയെങ്കിൽ ബേങ്ങിക്കൊണ്ടിരിക്കുക തീര, ബേങ്ങടങ്കെത്തൊരു അവസ്ഥ ഉണ്ടാവുക തീര. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യക്ക് തിന്നുള്ളങ്കെത്ത ബായും പിന്നെ നൊറക്കിടങ്കെത്ത നല്ല ഭയറും മാത്ര കൊടുത്തരല്ല.
അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യൻ അങ്ങനെ മാത്രമല്ല ജനിപ്പിക്കല്. അവന് കാലി ഒരു ബയറും ബായി മാത്രം കൊടുത്തിട്ടുണ്ട് ജനിപ്പിക്കലല്ല. അവന് അധ്വാനിക്കുള്ളെങ്കത്തെ കൈ അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുക്കൂടാ, രണ്ട് കൈ. നടക്കുള്ളെങ്കത്തെ കാൽ അള്ളാഹു കൊടുക്കൂടാ, ചിന്തിക്കുള്ളെങ്കത്തെ ബുദ്ധിശക്തിയും അള്ളാഹു അതിരൊಟ್ಟಿಗೆ ಅವನು കൊടുക്കൂടാ. അപ്പൊ ഈ ബയർ നോക്കൂ, രണ്ട് കൈ ഉണ്ടു, രണ്ട് കാലുണ്ടു, ചിന്തിക്കൂ, ബുദ്ധി ഉണ്ടു. അപ്പൊ ഇതെല്ലാം യൂസ് ആക്കിയിട്ട് അവൻ നയിച്ചിട്ട് അവൻ എന്താക്കണു, ദുനിയാവിൽ ജീവിക്കണുണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പടിപ്പാട്ടിയുണ്ടുള്ളേ. അപ്പൊ പാവപ്പെട്ട ആൾമാർ, ബാക്കിയുള്ള ആൾമാർ എപ്പോഴും ആശ്രയിക്കണമെങ്കിൽ എപ്പാ നോക്കിയും പിന്നൊരുത്തരെ ആശ്രയിച്ചിട്ടേ ನಾನು ജീവിക്കലെഞ്ചുള്ളെങ്കിൽ ഒരവസ്ഥ ഉണ്ടാവുക തീരാ. ഇസ്ലാം ഒരിക്കലും അത് പ്രോത്സാഹിപ്പിക്കല്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ചൊന്തു, ഒരാള് സ്വന്തം കൈ കൊണ്ട് അധ്വാനിച്ച് തിന്നിരട്ടി നല്ല ആഹാര ഒരാളും തിന്നില്ലേ. അള്ളാഹുടെ നബിയായ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം സ്വന്തം കൈ കൊണ്ട് പണിയെടുത്തിട്ട് ജീവിക്കലെങ്കിൽ ആളായിട്ട് എന്നിട്ട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ഹദീസിലൂടെ നമുക്ക് പടിപ്പാട്ടിയുണ്ടുണ്ട്. അപ്പൊ ഹലാലായ കസ്ബ് ഒരു മനുഷ്യക്ക് എപ്പോഴും നിർബന്ധമായിട്ടും വേണു. ಅವನು ಅವന്റെ സ്വന്തം ജീവിതത്തിക്ക് വേനായിട്ടും അവന്റെ കുടുംബത്തെ ബലത്തുക്ക് വേനായിട്ടും ഓണു എന്തും നയിക്കാണ്ട് ഓന്റെ ആശ്രയത്തിലുള്ളെങ്കത്തെ പെഞ്ഞായി മക്കളെയും ബുദ്ധിമുട്ടാക്കണമെങ്കിൽ അങ്ങക്ക് ഉപ്പതരാക്കണമെങ്കിൽ അങ്ങക്ക് തിന്നതൊന്നും കൊടുക്കാണ്ട് അങ്ങളെ ളുൽമു ആക്കണമെങ്കിൽ ഒരു അവസ്ഥ ഉണ്ടാവുക അത് ഏറ്റവും വലിയ അക്രമമായിട്ടിരിക്കല്. അപ്പൊ അതുകൊണ്ട് ഓനും ബാക്കിയുള്ള അങ്ങക്ക് ഭാര, ഓന്റെ ഔത്ര ആൾമാരും ബാക്കിയുള്ള അങ്ങക്ക് ഭാര ആവണമെങ്കിൽ ഒരു അവസ്ഥ ഉണ്ടാവുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നല്ല ആരോഗ്യം തന്നിട്ടിരിക്കുമ്പോ നയിക്കുകയും അതുപോലെ തന്നെ അധ്വാനിക്കുകയും മുന്നോട്ട് പറഞ്ഞുകൊണ്ടാണ് ഈ ഹദീസിലൂടെ എല്ലാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പടിപ്പാട്ടിക്കൊണ്ടുള്ളത്.